അല്പസമയത്തിനകം തന്നെ ആനയെ വാഹനത്തിലേക്ക് കയറ്റാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നു. റോഡിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മണൽത്തിട്ട നിരപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. JCB അടക്കമുള്ളവയുടെ സഹായം പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ആ റോഡ് നിരപ്പാക്കിയത്. ഇപ്പോൾ നമ്മൾ രാത്രിയിൽ നിന്നുള്ള ആ ഇരുട്ട് ദൃശ്യങ്ങൾ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. JCB ആ മൺതിട്ടയിൽ കുന്നിന് താഴ്വാരത്താണ് ഇപ്പോൾ നിലവിൽ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. അവിടെ ഒരു വാഴത്തോട്ടത്തിൽ വെച്ചായിരുന്നു ആനയെ ആദ്യം മയക്കുവെടി വെച്ച് വാഴത്തോട്ടത്തിന് ഉള്ളിൽ കയറിയ ആനയെ പടക്കം പൊട്ടിച്ച് പുറത്തേക്ക് എത്തുകയും അവിടെ വെച്ച് മയക്കുവെടി വെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ആനയെ കൊണ്ടുപോകുന്നതിനുള്ള ലോറിക്ക് സുഗമമായ പാത ഒരുക്കുന്നതിനായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അത് ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ഇപ്പോഴും ഈ ആനയെ കൊണ്ടുപോയി ഇരുട്ടായതുകൊണ്ട് ചെറിയ തരത്തിലുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ എന്നാലും കേരളത്തിലെ വനംവകുപ്പിൽ ജനങ്ങൾക്ക് വിശ്വാസമാണ്. വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി വളരെ പ്രായോഗിക ക്ഷമതയോടുകൂടി തന്നെ മികച്ച ഒരു സേവനം കാഴ്ചവെക്കുന്ന വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അത് ഭംഗിയായി നിർവഹിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ വാഹനത്തിലേക്ക് ആനയെ കയറ്റാനുള്ള നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ജോഷ്ല, ഇപ്പോൾ ഇനി ഏറ്റവും പുതുതായി അവിടെ നിന്ന് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് എന്താണ്? സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ വനംവകുപ്പിന്റെ തൊപ്പിയിൽ ഒരു പൊൻ തൂവൽ കൂടി എന്ന് വേണം വിശേഷിപ്പിക്കാൻ. കാരണം അത്രയേറെ ആശങ്കയുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. മാനന്തവാടി ടൗണിലേക്ക് ആന പ്രവേശിക്കുന്നു. എത്രയോ കാലങ്ങളായി ഇത്തരത്തിലൊരു അനുഭവം മാനന്തവാടിയിലെ ജനങ്ങൾക്കുണ്ടായിട്ടില്ല. അത്രയേറെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ആന വന്നത്. അതുകൊണ്ട് തന്നെ രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടും എന്നുള്ള ആശങ്ക ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ ഇവിടെയുള്ള പലരോടും ചോദിച്ചപ്പോൾ ഇവിടെ ഈ ആനയെ കണ്ട സ്ത്രീകൾ പോലും ഞങ്ങളോട് പറഞ്ഞത് ഇത് തന്നെയായിരുന്നു. ഇത്രയേറെ ഭീതി ഉണ്ടാക്കിയ ഒരു കാര്യം വേറെ ഉണ്ടായിട്ടില്ല. കാരണം രാത്രി ഇരുട്ടും തോറും ഇവർക്ക് ഭീതി കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഒഴിവായിരിക്കുന്നു. അത്രയേറെ പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ ശരി ജോഷ്ല, ഏതായാലും അല്പസമയത്തിനകം തന്നെ ആനയെ വാഹനത്തിലേക്ക് കയറ്റി ലോറിയിലേക്ക് കയറ്റി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു ദൗത്യത്തിൻ്റെ വിജയത്തിലേക്ക്, അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വനംവകുപ്പ് ഏറ്റെടുത്ത ഏറ്റവും മികച്ച ഈ സമീപകാലത്ത് കണ്ട ഏറ്റവും നല്ല ഒരു പ്രവൃത്തി എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ഏതായാലും ഇരുട്ട് സമയത്തും സന്ധ്യ മയങ്ങിയ സമയത്തും ഈ ആനയെ ലോറിയിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ദൗത്യസംഘം തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളാണ് ജോഷ്ല നൽകിക്കൊണ്ടിരിക്കുന്നത്.